ഇന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ ജവാദ് മുസ്തഫാവി കൂടിയുണ്ട്. അദ്ദേഹം സുന്നി ആക്ടിവിസ്റ്റ് കൂടിയാണ്. ശ്രീ ജവാദ് മുസ്തഫാവി, ഇങ്ങനെ കാന്തപുരം ഇങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ, ഇപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തുന്നതിനും കുഴപ്പമില്ല, രാജ്യം ഭരിക്കുന്നയാളാണ്. പക്ഷേ ഇങ്ങനെ മുസ്ലിങ്ങൾ ഇവിടെ ഒരു ബുദ്ധിമുട്ടും നേരിടുന്നില്ല എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള നറേറ്റീവ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സൃഷ്ടിക്കുവാൻ, കാന്തപുരത്തെ അവിടെ പ്രൊജക്ട് ചെയ്യുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ പരാമർശത്തിലൂടെ. ഈ പ്രസ്താവനകൾ അവിടെ പ്രൊജക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നീക്കം? ഓക്കെ മഞ്ജുസ്, ഞാനൊരു യാത്രക്കിടയിൽ നിങ്ങൾ തുടർച്ചയായി വിളിച്ചപ്പോൾ ഒരു യാത്രക്കിടയിൽ ഒരു കഫേയിൽ നിന്ന് ജോയിൻ ചെയ്തതാണ്. ഒറ്റ ടേമിൽ ഞാനത് സംസാരിച്ച് എനിക്ക് പോകേണ്ടതുണ്ട്, അപ്പൊ അതിനുള്ള സമയം നൽകണം എന്ന് ഞാൻ ആമുഖമായി ആവശ്യപ്പെടുകയാണ്. കാന്തപുരം ഉസ്താദ് പതിറ്റാണ്ടുകളായി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് വേണം ഈ ഒരു സന്ദർശനത്തെയും അതിനെ തുടർന്ന് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളെയും നമ്മൾ വിലയിരുത്താൻ. കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഉസ്താദ് ആദ്യമായിട്ടല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരെ സന്ദർശിക്കുന്നത്. VP സിംഗ് മുതൽ ഇന്ത്യയിലുണ്ടായ എല്ലാ പ്രധാനമന്ത്രിമാരെയും, നരസിംഹറാവുവിനെ, HD ദേവഗൌഡയെ, AK ഗുജറാളിനെ, AB വാജ്പേയിയെ, മൻമോഹൻ സിംഗിനെ, ഇപ്പോൾ നരേന്ദ്രമോദിയെയും പലതവണ ഇങ്ങനെ ഇന്ത്യയിൽ VP സിംഗ് മുതലുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെയും പല ഘട്ടങ്ങളിലായി സന്ദർശിക്കുകയും സമുദായത്തിനും രാജ്യത്തിനും ആവശ്യമായ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയായ ഒരു സാമുദായിക നേതാവും മതപണ്ഡിതനുമാണ് കാന്തപുരം ഉസ്താദ് അവർകൾ. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് ഫോട്ടോയും കുറിപ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് പ്രസ്താവന നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മതങ്ങളെയും ജാതികളെയും എല്ലാ വിഭാഗം കൊണ്ടുള്ള രാജ്യം വിഭാവനം ചെയ്യേണ്ടത് എന്നാണ്. മറ്റൊന്ന്, സാമ്പത്തിക മുന്നേറ്റത്തിന് ആവശ്യമായ പദ്ധതികളോടൊപ്പം തന്നെ സന്തോഷ സൂചിക ഉയർത്താനായ പരിശ്രമങ്ങളും രാജ്യത്തിന്റെ ശ്രദ്ധയിൽ ഉണ്ടാവണം. വികസനം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ സന്തുഷ്ടരായിരിക്കണം എന്നതാണ്. മറ്റൊന്ന്, വഖഫുമായി ബന്ധപ്പെട്ടും SIRുമായി ബന്ധപ്പെട്ടും രാജ്യത്തെ മുസ്ലിം സമൂഹത്തിനുള്ള ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കണം എന്നതാണ്. പുരാതന മസ്ജിദുകൾ നേരിടുന്ന പല വെല്ലുവിളികൾ, പുരാതന മസ്ജിദുകൾ പല സ്ഥലത്തും പലതരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നു, കയ്യേറ്റങ്ങൾ നടക്കുന്നു, അതിനാവശ്യമായ സംരക്ഷണം നൽകണമെന്നും രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഈ രാജ്യത്തെ ഗവൺമെന്റിലും രാജ്യത്തിന്റെ ഭരണഘടനയിലും നീതിന്യായ സംവിധാനങ്ങളിലും വിശ്വാസതയും പ്രതീക്ഷയുമുള്ള രൂപത്തിൽ അത് കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക പൈതൃക കേന്ദ്രങ്ങളിൽ പലതരത്തിലുള്ള കയ്യേറ്റങ്ങളും ഭീഷണികളും നേരിടുന്നുണ്ട്, അതിനെ സംരക്ഷിക്കാൻ ആവശ്യമായ സഹായങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമീപകാലത്ത് ബറേലിയിലുണ്ടായ ഐ ലവ് മുഹമ്മദ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നിരപരാധികളായ ഒരുപാട് ആളുകൾ ജയിലിൽ കഴിയുന്നുണ്ട് എന്നും അവരുടെ മോചനത്തിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും അദ്ദേഹം പ്രധാനമന്ത്രിയോട് ഉന്നയിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ മുബാറക്പൂരിലെ ജാമിയ അഷ്റഫിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നോർത്ത് ഇന്ത്യയിലെ വിവിധ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ ന്യൂനപക്ഷങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പത്രങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിലും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും വിശദീകരിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി CNN അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന്. ആ പ്രസ്താവന എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് സ്വാഭാവികമായും സാമൂഹിക രാഷ്ട്രീയ സാക്ഷരതയുള്ള ഒരാൾക്ക് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം വർഷങ്ങളായി കാന്തപുരം ഉസ്താദിനെതിരെ സമുദായത്തിന്റെ അകത്തു നിന്ന് തന്നെ നിരന്തരം കാന്തപുരം ഇത് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ അല്ല പകലാണ് എന്ന് പറയാൻ മാത്രം ശീലിച്ച അന്ധമായ കാന്തപുരം വിരോധികൾ, ഊണിലും ഉറക്കിലും കാന്തപുരം വിരോധം മാത്രം വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ ഈ പ്രസ്താവനയിൽ
ആശങ്കയും ആകുലതയും ഉണ്ടാകാൻ അദ്ദേഹത്തിന് ഈ സാധ്യതയുണ്ട്. ഗ്രാൻഡ് മുഫ്തി പട്ടം എങ്ങനെ കിട്ടി എന്നുള്ള വിമർശനം പോലും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ തന്നെ ശ്രീ അബ്ദുൽ സലാം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഗ്രാൻഡ് മുഫ്തി എങ്ങനെയാണ് അദ്ദേഹം ആവുന്നതെന്ന് രാജ്യത്തിന്റെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ഔദ്യോഗികമായ ഗവൺമെന്റ് പദവിയാണെന്ന് ആരെങ്കിലും ഇതാക്കിയിട്ടുണ്ടോ? ഇപ്പൊ അദ്ദേഹം ജാമിയ മർക്കസു സഖാഫത്ത് സുന്നിയയുടെ ജനറൽ സെക്രട്ടറിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇതാക്കേണ്ടത് ഇവിടുത്തെ KNM-നോടോ മുജാഹിദിനോടോ ചോദിച്ചിട്ടല്ല. ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന പാരമ്പര്യ മുസ്ലിം സമൂഹം അനേകം സുന്നി സംഘടനകൾ ഒരുമിച്ച് ചേർന്നാണ് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് വെച്ച് ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപനം നടത്തുന്നത്. ഇപ്പോൾ അതല്ല വിഷയം. ഉസ്താദ് ഒരു കാര്യം കൂടി ഇവിടെ വിമർശനാത്മകമായി വന്നിരുന്നു. EK വിഭാഗമാണ് കൂടുതൽ അംഗങ്ങൾ ഉള്ളത് സമസ്തയിൽ തന്നെ. അതിൽ തന്നെ AP എന്ന് പറയുമ്പോൾ AP സമസ്ത എന്ന് പറയുന്നത് മൈനോറിറ്റിയാണ്, എണ്ണത്തിൽ കുറവാണ് എന്ന്. അതൊക്കെ സംഘടനകളാണ്. മുഫ്തി എന്ന് പറയുന്നത് സുന്നി. ഇപ്പൊ AP സമസ്ത സുന്നികൾക്ക് അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പണ്ഡിതന്മാരുള്ള പണ്ഡിത സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് കാന്തപുരം ഉസ്താദ്. അതേക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് മുമ്പ് ഗുജറാത്ത് കലാപം ഉണ്ടായ സമയത്ത് നരേന്ദ്രമോദി, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ഉസ്താദ് സന്ദർശിച്ചപ്പോഴും ഇതേ വിവാദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ചില ആളുകൾ, ഇപ്പൊ SDP പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനയുടെ ആളുകൾ എന്താ ചെയ്തത്? ഫേസ്ബുക്കിൽ കറുത്ത പ്രൊഫൈൽ പിക്ചർ ഇടും. അതുകൊണ്ട് ഗുജറാത്തിലെ മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടി? കാന്തപുരം ഉസ്താദ് അന്ന് നരേന്ദ്രമോദിയുടെ ഓഫീസിൽ പോവുക മാത്രമല്ല, ഗുജറാത്തിൽ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ് അദ്ദേഹം. കശ്മീരിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തെമ്പാടുമുണ്ട്. മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക്, സാമ്പത്തിക പുരോഗതിക്ക്, സാംസ്കാരിക പുരോഗതിക്ക് രാജ്യമെമ്പാടും വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന. ശരിയാണ്. പക്ഷേ ശ്രീ ജവാദ് മുസ്തഫാവി, ഈ ഒരു പ്രസ്താവനയുണ്ടല്ലോ, രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്, അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. കോയി തക്ലീഫ് നൈഹെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോയി രുക്കാവട്ട് നൈഹെ, കോയി തക്ലീഫ് നൈഹെ, ഒരു തടസ്സവും ബുദ്ധിമുട്ടും ഒന്നുമില്ല. അത് പള്ളികളുടെ കാര്യത്തിലും അങ്ങനെയാണ്, മദ്രസകൾ നടത്തുന്ന കാര്യത്തിൽ അങ്ങനെയാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആ ബൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു പരാമർശമാണ് ഇനി അത് പ്രചരിപ്പിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു നാക്കുപിഴയായിട്ട് എന്തായാലും കാണേണ്ടതില്ലല്ലോ, അല്ലേ? ആലോചിച്ച് വെച്ച് അദ്ദേഹം ഓരോ വാക്കുകളും പറയുകയുള്ളൂ. അദ്ദേഹം നിലകൊള്ളുന്ന പാരമ്പര്യ മുസ്ലിങ്ങളുടെ ഇത്തരം വിഷയങ്ങളിലുള്ള രാഷ്ട്രീയ സമീപനമുണ്ട്. ഇപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെ ഇപ്പൊ മുജാഹിദിന്റെ പ്രതിനിധികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ പറയുന്ന ലോജിക്ക് വെക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്താണ് മുസ്ലിങ്ങൾ സുരക്ഷിതരായിട്ടുള്ളത്? ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന കാലത്ത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരായിരുന്നോ? ബോംബെ കലാപം നടന്ന കാലത്ത് സുരക്ഷിതരായിരുന്നോ? ജംഷഡ്പൂർ കലാപം നടന്ന കാലത്ത് സുരക്ഷിതരായിരുന്നോ? ബഗൽപൂർ കലാപം നടന്ന കാലത്ത് സുരക്ഷിതരായിരുന്നോ? അങ്ങനെ രാജ്യത്ത് ഇന്ത്യ രാജ്യം സ്ഥാപിക്കപ്പെട്ടത് മുതൽ തന്നെ സ്വതന്ത്രമായതിനു ശേഷം ഇന്നവരെയും എല്ലാ കാലത്തും മുസ്ലിങ്ങൾക്കെതിരെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ അളവിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരാൾ പൊതുവായി നടത്തേണ്ട പ്രസ്താവനകൾ, അദ്ദേഹം അങ്ങനെ പരസ്യമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ അരക്ഷിതാവസ്ഥയിലാണെന്ന് പ്രസ്താവന നടത്തിയാൽ തീരുന്നതാണോ പ്രശ്നം? പറയേണ്ട സ്ഥലങ്ങളിൽ ആവശ്യമായ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈകൊള്ളുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അത്തരമൊരു പൊതു മീഡിയകളോട് സംസാരിക്കുമ്പോൾ പ്രതീക്ഷയുടെയും ആശയുടെയും വർത്തമാനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഒരു 5 മിനിറ്റ് കൂടി താങ്കൾ ഇരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ശ്രീ അബ്ദുൽ സലാം, ഇതിനുള്ള മറുപടി, താങ്കൾ പറഞ്ഞതിന്റെ ആ വിമർശനത്തിനുള്ള മറുപടി കൂടിയാണ് ജവാദ് നൽകിയത്. അല്ല, ഒരു മിനിറ്റ് മഞ്ജുഷ്, ഞാനൊന്ന് എക്സിറ്റ് ആവുകയാണ്. അബ്ദുൽ സലാം ഒരു തവണ മാത്രം. അബ്ദുൽ സലാം, അല്ല ഇതില് ഒരു മഞ്ജുഷ് ഒരു ഒറ്റ വിഷയം. ഇതില് ഇപ്പം മുജാഹിദിന്റെ പ്രതിനിധികൾ കാന്തപുരം ഉസ്താദ് സൗദി അറേബ്യയിൽ പോകുമ്പോൾ ഇദ്ദേഹം ഇസ്ലാമിക വിരുദ്ധനാണ്, ഇദ്ദേഹത്തെ ജയിലിലടക്കണം എന്ന് പറഞ്ഞ് കത്തയച്ചവരാണ് ഇവിടെയുള്ള മുജാഹിദിന്റെ നേതാക്കന്മാര്. അങ്ങനെ സൗദി അറേബ്യയിലെ റിയാദിലെ ജയിലിൽ കിടന്ന ആളാണ് കാന്തപുരം ഉസ്താദ്. സൗദി അറേബ്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ? ഏതൊക്കെ മുസ്ലിങ്ങൾ അവിടെ സുരക്ഷിതരാണ്? അങ്ങനെ കാന്തപുരം ഉസ്താദിനെതിരെ ഇദ്ദേഹത്തെ ജയിലിലടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ച ഒരുപാട് മുസ്ലിം സംഘടനകൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അവരൊക്കെയാണ് ഉസ്താദിന്റെ പ്രസ്താവനയെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നത് എന്നുള്ളതാണ് വലിയ അത്ഭുതം. ശരി, സമുദായത്തിനകത്തു നിന്ന് തന്നെയാണല്ലോ ശ്രീ അബ്ദുൽ സലാം കാന്തപുരത്തിനെതിരെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുന്നത്. അദ്ദേഹം മുസ്ലിങ്ങളുടെ അരക്ഷിതാവസ്ഥയെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആരാധ്യരായി കാണുന്ന യൂസുഫുൽ കർലാവി ആരാണ്? ഖത്തറിൽ ഒരുപാട് കാലം ജീവിച്ച, ഖത്തറിനെ നിരന്തരം പുകഴ്ത്തിക്കൊണ്ടിരുന്ന യൂസുഫുൽ കർലാവി. അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്ന് ഖത്തറിലാണ്. ആ ഖത്തറിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇറാഖിലേക്കും ഒക്കെ US-ന്റെ മിസൈലുകൾ വർഷിച്ചത്. ശരി, ജവാദ്, അബ്ദുൽ സലാമിലേക്ക് കൂടി ബാക്കിയുള്ള ആളുകളോട് ഉണ്ട്, അതുകൊണ്ടാണ്. ശ്രീ ജവാദ്, അബ്ദുൽ സലാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.